സാംസങ്ങിൻ്റെ മൈക്രോ ഓവനകത്ത് നമുക്ക് എസ് സി എന്ന എറർ കാണിക്കുന്നത് എന്താണെന്ന് നോക്കുന്നത്. ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടച്ച് ഒന്നും വർക്ക് ചെയ്യാതെ തന്നെ എസ് സി എന്നുള്ള എറർ കാണിക്കും. അത് എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായി നമ്മൾ ഓവൻ തിരിച്ച് വെച്ചിട്ട് സൈഡിലുള്ള സ്ക്രൂകളൊക്കെ അഴിക്കുക. അഴിച്ചതിന് ശേഷം ആ ടോപ്പ് കവറ് പുറകിലോട്ട് കൈവച്ചിട്ട് പുറകിലോട്ടൊന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഊരിയെടുക്കാൻ പറ്റും. ഊരിയെടുത്തതിന് ശേഷം PCB വരുന്ന ഭാഗത്ത് ടോപ്പിലായിട്ടൊരു സ്ക്രൂ ഉണ്ടാവും, അത് ഊരുക. അത് ഊരിയിട്ട് ആ ഫ്രണ്ട് പാനൽ മേളിലോട്ടൊന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊങ്ങി വരും. അതിനുശേഷം അതും ഊരിയെടുക്കുക. അതിനുശേഷം ടച്ച് മെമ്പറേൻ കൊടുത്തിരിക്കുന്ന ഒരു സ്ട്രിപ്പുണ്ട് PCBയിലോട്ട് കൊടുത്തിരിക്കുന്നത്. ആ സ്ട്രിപ്പിൻ്റെ ഭാഗം ആ ലോക്ക് ചെറുതായിട്ട് മേലോട്ട് പൊക്കുക. പൊക്കിയതിന് ശേഷം ആ സ്ട്രിപ്പ് ഊരിയെടുത്തിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇട്ട് നോക്കുക. ക്ലീൻ ചെയ്തിട്ടിട്ട് ശരിയായെന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടച്ച് മെമ്പറൈൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ്. ആ ടച്ച് മെമ്പറൈൻ നമുക്ക് മാറേണ്ടി വരും. അത് മാറുന്ന ടച്ച് മെമ്പറൈൻ്റെ മേളിലൊരു സ്റ്റിക്കറുണ്ട്, അതായത് അതിൻ്റെ ഫങ്ഷനൊക്കെ എഴുതിയേക്കുന്ന സ്റ്റിക്കർ, അത് ഊരിയെടുക്കുക. ഒട്ടിപ്പാണ്. ഇളക്കിയെടുത്തതിന് ശേഷം ടച്ച് മെമ്പറൈൻ കാണാൻ പറ്റും. ടച്ച് മെമ്പറൈൻ ഇളക്കിയതിന് ശേഷം നമുക്ക് പുതിയ സ്ട്രിപ്പും മെമ്പറൈനും മേടിക്കാൻ അവൈലബിൾ ആണ്. അത് മേടിച്ച് അത് നന്നായി ഒട്ടി, അതിൻ്റെ കൂടെ സ്റ്റിക്കറാണ്. ഒട്ടിച്ചതിന് ശേഷം ടച്ച് മെമ്പറൈൻ ഇടുന്ന സ്ട്രിപ്പ് നല്ലോണം ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്തതിന് ശേഷം ഓവനകത്ത് പഴയ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് ഓവൻ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുക. എല്ലാ ബട്ടണിലും നമ്മൾ ടച്ച് ചെയ്ത് നോക്കുക, ടച്ച് വർക്ക് ചെയ്യുന്നു. ഇതിപ്പം ആ ടച്ച് മെമ്പറൈൻ്റെ തന്നെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. എല്ലാ ബട്ടണും നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുന്നുണ്ട്, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. എസ് സി എന്നുള്ള എററും കാണിക്കുന്നില്ല. അപ്പോൾ ടച്ച് മെമ്പറൈൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് തന്നെയായിരുന്നു ആ എസ് സി എന്നുള്ള എറർ കാണിച്ചത്. അപ്പോൾ ഈ എസ് സി എന്നുള്ള എറർ കാണിച്ചാൽ ടച്ച് മെമ്പറൈൻ മാറിയാൽ മതി. ക്ലീൻ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ടച്ച് മെമ്പറൈൻ മാറുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.